ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്നേ ചായ കുടിക്കാൻ പോവാണ്. ക്ലിനിക്ക് അടച്ച് പോവാണ്. ഇപ്പോൾ ടൈം 5:30 അപ്പോൾ സാറ് പറഞ്ഞു ഇവിടുന്ന് ചായ ഓർഡർ ചെയ്യേണ്ട, നടുവത്തൊരു ചെറിയ ചായക്കട ഉണ്ട്, സാറിന് അറിയും. അപ്പം ഞങ്ങൾ അവിടെ എല്ലാവരും പോയിട്ട് ചായ കുടിക്കുകയാണ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും കൂടെ ചായക്കടയിൽ പോവാം. ഹായ് ഗൈസ്, ഞങ്ങൾ പോണ കാറാണിത്. ഇതിലുണ്ടോ പോണത് നടുവത്തേക്ക്. ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ പോവാം കേട്ടോ. ഇന്ന് രാവിലെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സാറ് പറഞ്ഞു നല്ല ചായ ഇട്ടുന്നത് കടണ്ട് നടുവത്ത്, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പേഷ്യൻ്റ് ഇല്ലെങ്കിൽ അവിടെ പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞു. സാധാരണ ഞങ്ങളെ പ്ലാനിങ്ങൊന്നും നടക്കാറില്ല, അപ്പോഴേക്ക് പേഷ്യൻ്റ് വരാറുണ്ട്. ഇന്നെന്തോ ഭാഗ്യത്തിന് 5:30 പേഷ്യൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ചായക്കട എത്താനായി ഗൈസ്, എത്തിക്കൊണ്ടിരിക്കുന്നു. സാറ് പറഞ്ഞ കട എത്തിയിട്ടു നമുക്ക് ചായ കുടിക്കാം. എന്തൊക്കെ കടി ഉണ്ടാവും അവിടെ, നല്ല വൈബുള്ള സ്ഥലം. ഞങ്ങൾ ചായക്ക് വെയിറ്റ് ചെയ്യണേ. സാറ് ചായ പറയാൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഇതേ വരുന്നു, ചായ പറഞ്ഞൊന്നും അറിയില്ല, വരുന്നുണ്ട്. മേഡത്തിന് നിഷിതയ്ക്കൊക്കെ എന്താണ് അതിന് പറയാ, പഴംപൊരിയും ബീഫും. ഓ ഇവിടെ പോലെ കഴിച്ചു നോക്കിയിട്ട് പറയും. പൊട്ടിയ മേശയാണെങ്കിലും കാര്യമൊക്കെ ഉണ്ട്, നക്കണില്ലേ. ചട്ടി നക്കി തുടയ്ക്കുന്ന കുട്ടി നല്ല പാട്ടൊക്കെ ഉണ്ടല്ലോ. ബീഫും പഴംപൊരി ഇത് കഴിച്ച് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടൊക്കെ അറിയില്ല. ഓ അടിപൊളി ടേസ്റ്റ് കേട്ടോ, കൊണ്ടുപോകാം. ഞാൻ നിർത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയോടെ കഴിഞ്ഞു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങൾ എന്തൊക്കെ കഴിച്ചെന്നറിയാം, പാൽക്കപ്പയും ബീഫും, പഴംപൊരിയും ബീഫും, മുട്ട ബജി, പരിപ്പ് വട, ചായ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ആരും ഇവിടുന്ന് കഴിച്ചില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കും. യൂട്യൂബിൻ്റെ ആകെ പ്രശ്നത്തിലായിരുന്നു. ഇപ്പം ഞങ്ങളെ വൈബ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നേ. ഹായ് പറയടേ.